അങ്ങനെ മാലാഖ അപ്രത്യക്ഷനായി. അപ്പോൾ സക്രിയ എന്ത് ചെയ്തു? സക്രിയ ബലിപീഠത്തിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങളോട് സംസാരിക്കാനായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തുണ്ടായി? ഇദ്ദേഹത്തിന് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം ആലോചിക്കുന്നത്, എന്ത്, ഈ ദൂതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. നിൻ്റെ മകൻ ജനിക്കുന്നത് വരെ നീ ആരായിരിക്കും? മൂകനായിരിക്കും എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹം ആ സമയത്ത് ചിന്തിക്കും. അപ്പോൾ താൻ ദൈവത്തിനെ വിശ്വസിക്കാത്തതിൻ്റെ ദേവാലയത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും പുറത്തുള്ള ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ സക്രിയ പുറത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സംസാരമൊന്നും പുറത്തേക്ക് വരാണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? അമ്പരന്ന് പോയി. മുറ്റത്തും ദേവാലയത്തിലൊക്കെ ഒരുപാട് പേര് നിന്നായിരുന്നു. അവരൊക്കെ പേടിച്ചു പോയി. അങ്ങനെ സക്രിയ അതിവേഗം എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഓടിയിട്ട് ദേവാലയത്തിൽ തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആരോട് പറഞ്ഞു? എലിശാമയോട് എഴുതി കാണിച്ചു. അപ്പോൾ എലിശാമയ്ക്ക് ഒരുപാട് സന്തോഷമായി. താൻ ഈ വാർദ്ധക്യത്തിൽ ഒരമ്മയാവാൻ പോകല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. അങ്ങനെ എലിശാമ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത് ആരൊക്കെ അറിഞ്ഞു? ഔസേപ്പിതാവും മറിയവും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? മറിയം ഔസേപ്പിനോട് പറയാണ്, ഞാൻ എന്തായാലും എലിശാമേനെ കാണാനൊക്കെ ആയിട്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? മറിയം എലിശാമേനെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ അപ്പോൾ യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയാണ് ആര്? മറിയം എന്ന ബഹുമാനത്തോടു കൂടി മറിയത്തെ പറ്റി അവരിങ്ങനെ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ ജനിക്കാൻ പോകുന്നത് മറിയത്തിൽ നിന്നാണ് ഈശോ ഉണ്ടാകാൻ പോകുന്നതൊക്കെ ഇങ്ങനെ എലിശാമ പറയാണ്. അപ്പോൾ ഇളയമ്മയുടെ ആ സംബോധന കേട്ട് മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് ദൈവത്തിനെ വാഴ്ത്തുന്നുണ്ട്, ഞാൻ എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നുണ്ട്. അവിടുന്ന് എൻ്റെ നിസ്സാരത കണ്ടു. ഞാനൊന്നുമല്ലാത്തവളാണെന്ന് ഉള്ളത് എൻ്റെ ദൈവത്തിന് അറിയാം. എന്നിട്ടും ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ അനുഗ്രഹിത എന്ന് വിളിക്കാൻ മാത്രം അത്രയും വലിയൊരു ശക്തി എൻ്റെ ദൈവം എനിക്ക് തന്നു. ആ ശക്തനായവൻ എന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടുത്തെ കാരുണ്യം തലമുറ വരെ ഉണ്ടാകും. അവിടുന്ന് എന്നോട് കാണിച്ച ആ കാരുണ്യം തലമുറയോളം നീണ്ടു നിൽക്കുന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നീട് എലിശാമയും മറിയവും പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു. മറിയം പിന്നെ 3 മാസത്തോളം എലിശാമനെ ശുശ്രൂഷിച്ചിട്ട് താമസിച്ചു അവിടെ. അങ്ങനെ അനന്തരം അവൾ എന്ത് ചെയ്തു? ഈ എലിശാമനെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നസ്രത്തിലേക്ക് ആര് പോയി? മറിയം തിരിച്ചു പോയി. ഇതാണ് ഇന്നത്തെ കഥ. മനസ്സിലായോ?